നമസ്കാരം മല്ലു ബൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു 100% ABV ഉള്ള ഒരു ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. പൊതുവെ നമ്മൾ എങ്ങനെ ഡിസ്റ്റിൽ ചെയ്താലും ഒരു 100% ആൽക്കഹോൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു 95-96% ആകുമ്പോഴേക്കും ആൽക്കഹോൾ വെള്ളവും ഇത് സെപ്പറേറ്റ് ആവുന്ന ആ ഒരു പ്രൊസീജിയർ അവിടെ നിൽക്കും. നമുക്ക് സാധാരണഗതിയിൽ വെള്ളം വീണ്ടും അതിൽ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് ലാബിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടോ നമുക്ക് വെള്ളം അതിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബെൻസീൻ ചേർത്തിട്ട് വീണ്ടും ഡിസ്റ്റിൽ ചെയ്യുകയോ ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മോളിക്കുലർ സീവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മോളിക്കുലർ സീവ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡ്രൈയിങ് ഏജൻറ്റാണ്. അതായത് ഈ വെള്ളവും ആൽക്കഹോളും തമ്മിലുള്ള ഒരു മിശ്രിതത്തിനകത്തുള്ള ആ വെള്ളം ഡ്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് ചെയ്യുന്നൊരു ഏജൻറ്റാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു അരിപ്പ പോലുള്ളൊരു സാധനമാണ്. അപ്പം ഇതിനകത്ത് വാട്ടർ മോളിക്യൂൾ ട്രാപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ആൽക്കഹോൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പം വീണ്ടും നമുക്കത് എന്താ പറയുക, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സാധാരണ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം എല്ലാ കടകളിലും കിട്ടുന്ന സാധനമല്ലത്, ലാബിലൊക്കെ കിട്ടാറുണ്ട്. ഇതാണ് മോളിക്കുലർ സീവ് എന്ന് പറയും. ഇന്ന് എൻ്റെ ഇരിക്കുന്നത് 94% ABV ഉള്ള ഒരു ആൽക്കഹോളാണ്. ഇത് നമ്മൾ മോളിക്കുലർ സീവ് ഉപയോഗിച്ചിട്ട് എങ്ങനെ 100% ആക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഇതൊരു പാക്കറ്റിനകത്താണ് വരുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഈ ആൽക്കഹോളിനകത്തോട്ട് ഇട്ട് കഴിയുമ്പം അതിൽ ആൽക്കഹോളിനകത്ത് വെള്ളം അവശേഷിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ 94% ആൽക്കഹോളാണ്. ഈ 94% ആൽക്കഹോൾ ഉള്ളതിനകത്ത് 6% എന്താ പറയുന്നത് വാട്ടറും വെള്ളവും ഒരു 94% ആൽക്കഹോളും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിട്ട് ആ 6% വെള്ളത്തിനെ ട്രാപ്പ് ചെയ്ത് മാറ്റി നമുക്കത് 100% ആക്കുക എന്നുള്ള ഒരു പണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു ഗ്ലാസ് ജാർ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ ഗ്ലാസ് ജാറിനകത്തോട്ട് നമ്മൾ നമ്മുടെ ആൽക്കഹോൾ ഒഴിക്കുകയാണ്. ആൽക്കഹോൾ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് മോളിക്കുലർ സീവ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആൽക്കഹോളിന് ഏകദേശം 94% ABV ഉണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൽക്കഹോൾ നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് മോളിക്കുലർ സീവ് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഈ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നു, രാത്രി മുഴുവൻ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്.
ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ABV ഏകദേശം 99-100% ആയി.